നിങ്ങളെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളടുത്ത് ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ചീറ്റിങ് നിങ്ങളടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കർമ്മ അവർക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ കണക്റ്റഡ് ആയിട്ട് അത്യാവശ്യം നല്ലൊരു ബ്ലാക്ക് എനർജി കാണുന്നുണ്ട്. ആരോ എന്തോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്കോ ആരോ ഒരു ബ്ലാക്ക് മാജിക് തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാകണം എന്നൊരു ബ്ലാക്ക് എനർജി കാണിക്കുന്നുണ്ട്. 2 പ്രാവശ്യത്തെ ഷഫ്ലിങ്ങിൽ നമുക്കത് എനർജി കിട്ടുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് എനർജി ഉണ്ട്, നിങ്ങൾക്കോ അവർക്കോ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അത് ആർക്കാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ട് മനസ്സിലാക്കാം. ഓക്കെ, യാ, അവർക്ക് എന്തായാലും അവരുടെ ഒരു സ്വഭാവം ഞാൻ പറയട്ടെ, ഇവർ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള അട്രാക്ഷൻ പവർ കൂടുതലുള്ള വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതിപ്പോൾ ഫിസിക്കലി ഉള്ള അട്രാക്ഷൻ അല്ല ഞാൻ പറയുന്നത്. ചിലപ്പം ഫിസിക്കലി അത്ര വലിയൊരു ഹാൻഡ്സമോ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയോ ചിലപ്പോൾ ആയിരിക്കണം എന്നില്ല. അത്യാവശ്യം കാണാനുള്ള അഴക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ മറ്റുള്ളവരെ അട്രാക്റ്റ് എടുക്കാനുള്ള ഒരു പവർ അല്ലെങ്കിൽ അവരുടെ എനർജിയിൽ അത്തരത്തിലുള്ളൊരു ഓറ പവർ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് അവരുടെ സംസാര രീതിയാണെങ്കിലോ മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങൾ കൊണ്ടാണെങ്കിലോ അവരോട് പെട്ടെന്ന് പലർക്കും അട്രാക്ഷൻ തോന്നാനുള്ളൊരു സാധ്യതയുണ്ട് അവരുടെ പെരുമാറ്റ രീതികൾ കൊണ്ട്. നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ പെരുമാറ്റം ആദ്യമൊക്കെ നല്ലതാണെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ നല്ലതായിട്ടായിരിക്കില്ല ഇരിക്കുന്നുണ്ടായിരിക്കാം. ഓഫ് കോഴ്സ് നമ്മൾ റീഡിങ് അതാണ് അല്ലേ, നിങ്ങളോട് ചെയ്തിട്ടുള്ള ചീറ്റിങ്ങിൽ അവർക്ക് കർമ്മ ലഭിക്കുമോ എന്നുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളടുത്ത് ചിലപ്പോൾ പെരുമാറ്റം വളരെ മോശമായിട്ടായിരിക്കണം, പക്ഷെ അവർ മറ്റുള്ളവരുടെ അടുത്ത് വളരെ പെർഫെക്റ്റ് ആൻഡ് ജെന്റിൽമാൻ അല്ലെങ്കിൽ വളരെ പെർഫെക്റ്റ് ലേഡി എന്നുള്ള രീതിയിലേക്കായിരിക്കും അവർ നിൽക്കുന്നുണ്ടായിരിക്കുക. അവരുടെ പല കള്ളത്തരങ്ങളും മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്കായിരിക്കും, അവരുടെ ഫാമിലിയേക്കാളും നിങ്ങൾക്കായിരിക്കും വ്യക്തത ഉണ്ടായിട്ടുള്ളത്. അവരെക്കുറിച്ച് A to Z നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അവരുടെ ഒരു സ്വഭാവം, ക്യാരക്ടറിസ്റ്റിക്സ്, ഈവൻ അവരുടെ അച്ഛനമ്മമാരെക്കാളും അല്ലെങ്കിൽ കുടുംബത്തെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ അവരൊരു അട്രാക്ഷൻ പവറുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇവിടുന്ന് കാണിക്കുന്നത്. അത് മാത്രമല്ല കുറച്ച് ദൈവാധീനം കൂടെ ഉള്ള വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അവർക്ക്. അവർ എന്ത് തെണ്ടിത്തരം ചെയ്തു കഴിഞ്ഞാലും അവർക്ക് എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് നിമിഷം എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടി അവരതിൽ പിടിച്ച് കയറും. അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാവാനുള്ള എന്തെങ്കിലും കേസസുകൾ ഉണ്ടെങ്കിലൊക്കെ വിട്ട് ഒഴിഞ്ഞ് പോരാനായിട്ട് അവർക്ക് പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് നിമിഷത്തിൽ അതൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു കൈത്താങ്ങ് ലഭിക്കുന്ന കൂട്ടത്തിലായിരിക്കും അവർ. ആൻഡ് ഓൾസോ നിങ്ങൾ തമ്മിൽ കുറച്ച് ക്യാഷ് ഡീലിങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ആൻഡ് ആ കാശൊന്നും നിങ്ങൾക്ക് തിരിച്ച് തന്നിട്ടും ഉണ്ടായിരിക്കില്ല. ഇപ്പോഴും ആ ഒരു ക്യാഷ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പണയം വെച്ച് വരെ കൊടുത്തിട്ടുള്ള എനർജീസ് കിട്ടുന്നുണ്ട്. ബിക്കോസ് 6 ഓഫ് കപ്സ് ഇവിടെ റിവേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇല്ലാഞ്ഞിട്ട് പോലും ചിലപ്പോൾ നിങ്ങൾ പണയം വെച്ചിട്ടടക്കം കൊടുത്തിട്ടുള്ള ഒരു എനർജി ഉണ്ട്. എല്ലാവരും അല്ല കേട്ടോ. ക്യാഷ് ഡീലിങ്സ് എന്തായാലും കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. കുറച്ച് പേർക്ക് അത് തിരിച്ച് കിട്ടാനും പോകുന്നതായിട്ടുള്ള ഒരു എനർജി കിട്ടുന്നില്ല ഇവിടെ. ഓക്കെ, സോ ഡിവൈൻ കണക്ഷൻ ആണ് നിങ്ങളുടെ ഇതിൽ എനർജി വരുന്നത്. ഒരു ഡിവൈൻ കണക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ടുണ്ടായിരിക്കും. പല സാഹചര്യങ്ങൾക്കും അല്ലെങ്കിൽ പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ടായിട്ട് പോലും നിങ്ങൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ടായിരിക്കണം ഈ ഒരു ബന്ധത്തിൽ. നല്ല ഹൈഡിങ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഹൈഡിങ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളിൽ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചത്, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇത് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർ അറിഞ്ഞാൽ അത്രമേൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടി ആയിരിക്കണം സൊസൈറ്റിയിൽ. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ പല സാഹചര്യത്തിലും നിങ്ങളുടെ കുടുംബക്കാർ കാണുകയോ അല്ലെങ്കിൽ പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ടായിട്ട് പോലും ദൈവം നിങ്ങളെ രക്ഷിച്ചതായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ ഒരു കണക്ഷൻ മറ്റുള്ളവരാൽ അറിഞ്ഞ് ഇതാവരുതെന്ന് യൂണിവേഴ്സിന് പോലും അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ പോലും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ബന്ധമാണിത്. ഓക്കെ, പക്ഷേ അതിലൊരുപാട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇത്രയൊക്കെ സപ്പോർട്ട് ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് വേറെ റീഡിംഗ് എടുക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിൽ അറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്നുള്ളത്. ഇവിടെ അവർക്ക് കർമ്മ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്.
യെസ്, ഓഫ് കോഴ്സ് അവർക്ക് കർമ്മ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാലം അവർക്ക് ഈ പറഞ്ഞ പോലെ ദൈവാധീനം ഉണ്ട്, എല്ലാം ലാസ്റ്റ് നിമിഷത്തിൽ ശരിയായി പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സങ്ങളൊക്കെ വന്നാൽ ലാസ്റ്റ് നിമിഷത്തിൽ അവർ കരകയറി പോരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അതങ്ങോട്ടേക്ക് ഇല്ലാന്ന് കാണിക്കുന്നുണ്ട്. ദ ടവർ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്, ജസ്റ്റിസ് കാർഡ്, നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ദ ടവർ കാർഡ് എന്ന് പറയുന്നത് ഈ കർമ്മദോഷം ഇല്ലാത്തവർക്കാണ് ജസ്റ്റിസ് കിട്ടുന്നത് കേട്ടോ. കഴിഞ്ഞ ജന്മത്തിൻ്റെ കർമ്മദോഷം ഇല്ലാത്തവർക്ക് ഇവിടെ ജസ്റ്റിസ് വരുന്നുണ്ട്. ദ ടവർ കാർഡ് വന്നിട്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അവർക്ക് പലതും നഷ്ടപ്പെടാനാണ് പോകുന്നത്. ഓക്കെ, അവർക്ക് നല്ലതായിട്ട് വെള്ളം കുടിക്കാൻ അവർ പോകുന്നുണ്ട്. കാരണം ദ ഡെത്ത് കാർഡ് ആൻഡ് ടവർ കാർഡാണ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് വന്നിട്ടുള്ളത്. നൈറ്റ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അവരെ പിന്നിൽ നിന്നും അവർ ചതിക്കപ്പെടുന്നുണ്ട്. അതായത് അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവർ നിന്നിരുന്ന എന്തെങ്കിലും വർക്കിൽ റിലേറ്റഡ് ആയിട്ടോ എന്തോ ഒരു ചതി അവരെ കാത്തിരിക്കുന്നുണ്ട്. പിന്നിൽ നിന്ന് കുത്തുക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സംഭവം. അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടാൻ പോകുന്നുണ്ട്. മാനസികമായിട്ട് അവർ തളരാനാണ് പോകുന്നത് ഇവിടെ. അവർക്ക് ഇത്രയും നാളും ഒരുപാട് 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഓപ്ഷൻസുകളൊക്കെ അവരിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം 7 കപ്സ് എന്നുള്ളത് 1 കപ്പായിട്ട് അവിടെ ചുരുങ്ങാനാണ് പോകുന്നത്. ഓക്കെ, 6 ഓഫ് കപ്സ് ഓൾറെഡി റിവേഴ്സ് തന്നെയാണ്. സോ അവിടെ ആ 1 കപ്പ് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ്, വാല്യൂ അവർക്ക് മനസ്സിലാകാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, എന്താണോ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത്, ആ ഒരു വേദന നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്, അതേ നിങ്ങൾ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടോ അതേ ഒരു ഇതിൽ തന്നെ അവർക്ക് തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നുണ്ട്. സംതിങ് റിലേറ്റഡ് ടു, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ അയാൾ പോയി ആ റിലേഷൻഷിപ്പിൽ ചതിക്കപ്പെടും എന്നല്ല കാണിക്കുന്നത്. കർമ്മ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടാനുള്ള കർമ്മ ഏത് രീതിയിലും ആകാം. ഓക്കെ, നല്ല രീതിയിലുള്ള കർമ്മ, അത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഒരു കർമ്മ അവർക്ക് ലഭിക്കാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അത് നന്നായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ടവർ കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. ടവർ കാർഡ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തോ ചേഞ്ച് അവരുടെ ഇതിൽ സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട് അവർക്ക്. വിത്തിൻ 3 മന്ത്സിൽ തന്നെ നിങ്ങൾക്കത് അറിയാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഒരു വിത്തിൻ 3 മന്ത്സിലെ ഫുൾ മൂണിൻ്റെ സമയത്തായിരിക്കണം ഇത് അവർക്ക് സംഭവിക്കുന്നുണ്ടായിരിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡബിൾ എനർജി നന്നായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഈ പറഞ്ഞ നെഗറ്റീവ് എനർജീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അത് നിങ്ങളത് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് നെഗറ്റിവിറ്റി മാറ്റാനായിട്ട് ശ്രമിക്കുക.